സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ? ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. മുവഹിദായി മരിച്ചു പോകാൻ അത്രയും നല്ല മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിച്ചാൽ അവന് അല്ലാഹു കൊടുക്കുന്ന അനുഭൂതികളെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അല്ലാഹു അത് ലഭിക്കുന്ന അടിയാറുകളിൽ പാപികളായ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ജനിച്ച സമയത്തിന് അത്രയും പ്രാധാന്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ചോദ്യം വന്നു. എന്താണ് ചോദ്യം? ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ്? പകലിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയം പകല് അറഫയുടെ സമയമാണ്. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠത അറഫ പകലിനാണ്. വഅഫ്ളലൽ ലയാലി, രാവും പകലും നോക്കിയാൽ പകലിനേക്കാൾ ശ്രേഷ്ഠത രാത്രിക്കാണ്. വഅഫ്ളലൽ ലയാലി, രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ മൗലിദിശ് ശരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീണ രാത്രിയാണ്. ثم ലൈലത്തുൽ ഖദ്രി, പിന്നെയാണ് ലൈലത്തുൽ ഖദ്ർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ പിന്നെയാണ്. റമദാൻ ശരീഫിൽ എണ്ണമില്ലാത്ത പ്രതിഫലം കിട്ടുന്ന 83 വയസ്സിന്റെ ആരോഗ്യവും അമലും അല്ലാഹു തആല ഒരു മനുഷ്യന്റെ അഡ്രസ്സിൽ എഴുതുന്ന ആ ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠത ഉറക്കവർ സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിക്കാണെന്ന് പറയുമ്പോൾ വഅഫ്ളലൽ ലയാലി ലൈലത്തുൽ മൗലിദിശ് ശരീഫി ثم ലൈലത്തുൽ ഖദ്രി ثم ലൈലത്തുൽ ജുമുഅത്തി ثم ലൈലത്തുൽ ഇസ്റാഇ. രാവിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് തിരുനബി, ഭൂജാതനായ രാവു തന്ന സാഹിബി. അതിൽ പിന്നെ ശ്രേഷ്ഠത ലൈലത്തുൽ ഖദ്ർ എന്ന, പിന്നീട് ലൈലത്തുൽ ജുമുഅത്തിനും എന്ന ഇസ്റാ രാവിന് പിന്നെ ശ്രേഷ്ഠതയുള്ളതാ. ഇവയൊക്കെയും ശർവാനിയിൽ വിവരിച്ചതാ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അല്ലാഹുവിന്റെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകൾ പറഞ്ഞും പാടിയും ലോകത്തെ പഠിപ്പിച്ച മഹാനാണ് തഴവ ഉസ്താദ്. അവിടെന്നും പറഞ്ഞതാണ് ഈ ഇരടികൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതരായ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമുക്ക് ലൈലത്തുൽ ഖദ്റിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ല. വഅമ്മാ ബിന്നിസ്ബത്തി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തിരുനബിയിലേക്ക് ചേർത്ത് നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ്? ഫഹിയ ലൈലത്തുൽ ഇസ്റാഇ വൽ മിഅ്റാജ്. ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയാണ്. അത് എന്താ കാരണം? ലിഅന്നഹു ഖദ് റആ റബ്ബഹു ബിഐനൈ റഅസിഹി. അവിടുത്തെ സ്വന്തം കണ്ണുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ കണ്ടിട്ടുള്ള രാത്രിയാണ്. തഹയ്യ ലിതൽഖല്ലാഹ വഹദക ഖാലിയൻ ഫഹാ അൻത അംലാകു സമാഇ തഖല്ലതി. അല്ലാഹുവിനെ കാണാൻ വേണ്ടി മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ക്ഷണിച്ചു കൊണ്ടുപോയ ആ രാത്രി ഉണ്ടല്ലോ, ഖദ് ഖറബ ബദന. അതാ ആ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിയുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടത് കാരണമായി അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയാണ്. നമുക്ക് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പോരിശയുള്ള രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയാണ്. ആരും മറന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയാണ്. ആ രാത്രിയാണ് നാം പ്രതീക്ഷിക്കുന്നത്.
ആ രാത്രിയാണ് നാം ആഘോഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൗലൂദായ തിരുനബിയുടെ ശറഫും മഹത്വവും അറിയുന്ന ആളുകൾക്ക് മൗലിദിന്റെ വലിപ്പം എന്താണെന്ന് അറിയുകയുള്ളൂ. അല്ലാഹുവിന്റെ തിരുദൂതരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് തിങ്കളാഴ്ച ദിവസം നോമ്പനുഷ്ഠിച്ചപ്പോൾ ആ നോമ്പിനെ പറ്റി സ്വഹാബത്ത് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞ മറുപടി ഫീഹി ഉലിത്തു, അന്നാണല്ലോ ഞാൻ ജനിച്ചത്. വഫീഹി ഉൻസില അലയ്യ, അന്നാണല്ലോ എനിക്ക് വഹയുണ്ടായത്. അതുകൊണ്ട് തിങ്കളാഴ്ച മുഴുവനും ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു. ഏറ്റവും നല്ല ഇബാദത്താണ് നോമ്പ്. നോമ്പനുഷ്ഠിച്ചുകൊണ്ട്, നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജന്മദിനത്തെ വരവേറ്റിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനം കൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന് പോരിശ ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാനല്ല, റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് റമദാനല്ല, വെള്ളിയാഴ്ചയല്ല, പിന്നെയോ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം കൊണ്ട് മാത്രമുള്ള ശ്രേഷ്ഠതയാണ് തിങ്കളാഴ്ച ദിവസത്തിനും റബീഉൽ അവ്വൽ മാസത്തിനും ഉള്ളത്. അല്ലെങ്കിൽ പറയാ റമദാനിന്റെ ഖുർആൻ ഇറങ്ങിയതുകൊണ്ടല്ലേ അതിന്റെ പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജനിച്ചു, അങ്ങനെയല്ലേ എന്ന് പറയാൻ നിവൃത്തിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം കൊണ്ടാണ് ഈ തിങ്കളാഴ്ച മഹത്തരമായത്. അത് മാത്രമാണുള്ളത്, മറ്റൊന്നിനെ ഏച്ചുകിട്ടാനില്ല. ഇതെല്ലാം മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാടുകളിൽ, നമ്മുടെ വടുതലയിലും നമ്മുടെ ചന്തിരൂരിലും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള മണ്ണഞ്ചേരിയിലും ചേർത്തലയിലും എല്ലാം പഴയകാല ഉമ്മമാര്, വാപ്പമാര്, നമ്മുടെ പിതാമഹന്മാർ അവരൊക്കെ റബീഉൽ അവ്വൽ 1 മുതലേ മൗലിദ് ചൊല്ലുന്നു, ചീരണികൾ കൊടുക്കുന്നു, സാദാത്യങ്ങൾ ആദരിക്കുന്നു, മഹാന്മാരായ ആലിമീങ്ങൾ ആദരിക്കുന്നു. അൽഹംദുലില്ലാ, അതിന്റെ പതിവ് നാമം ആവർത്തിക്കുന്നു.